രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിൽ കോൺഗ്രസിൽ ഭിന്നത എന്ന് വ്യക്തമാകുന്നു. ലൈംഗിക സന്ദേശാരോപണം ഉയർന്നതിന് പിന്നാലെ പാർട്ടി നടപടിയെടുത്തുവെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്നലെ 24-നോട് ബീഹാറിൽ വെച്ച് പറഞ്ഞത്. അത് നമുക്കൊന്നുകൂടെ കേൾക്കാം. അത് തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ അധ്യായം. എന്നാലും ഒരു യുവ MLA-യിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ പാർട്ടി നടപടി എടുത്തല്ലോ, ദാറ്റ്സ് ഓൾ. എന്തായാലും ആ കാര്യം ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പാർട്ടി അക്കാര്യം നടപടി എടുത്തിട്ടുണ്ട്. എന്നാൽ ധാർമ്മികതയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെക്കുകയായിരുന്നുവെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തൃശ്ശൂരിൽ പറഞ്ഞത്. Get any complaint from any side, how we can do anything? He has not been removed, he has resigned. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ തത്സമയം ചേരുകയാണ്. ദിലീപ്, ശരിക്കും അദ്ദേഹം സ്വമേധയെ രാജിവെച്ചൊഴിഞ്ഞു എന്നുള്ള തിയറി തന്നെ തൃശ്ശൂരിൽ AICC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപാദാസ് മുൻഷി പൊളിക്കുകയായിരുന്നു. വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം സ്വയം ഒഴിഞ്ഞതാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടതാണ്. ഉച്ചയ്ക്ക് 1:30 അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. തന്നോട് പാർട്ടിയിലെ ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ അക്കാര്യം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നമ്മുടെ പ്രതിനിധി 24 പ്രതിനിധി അച്യുതനോട് പറഞ്ഞത് നടപടിയാണ് എടുത്തത് എന്ന കാര്യം വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ട് എന്ന കാര്യം KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ആ കാര്യത്തിൽ നടപടിയൊന്നും ആയിരുന്നില്ല. പാർട്ടിക്കോ പോലീസിനോ ഇക്കാര്യത്തിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. ധാർമ്മികതയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് എന്നാണ്. ആ ധാർമ്മികത, കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ധാർമ്മികത മറ്റു പാർട്ടികളും മാതൃകയാക്കണം, അല്ലെങ്കിൽ അത് പിന്തുടരണം എന്ന നിലപാടാണ് ദീപാദാസ് മുൻഷി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ ദിവസം UDF നടത്തിയ ഹെൽത്ത് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് പോലും ആ നിലയിലുള്ള UDF നേതാക്കൾ പങ്കെടുത്ത KPCC സംഘടിപ്പിച്ച ഹെൽത്ത് കോൺക്ലേവിലും അത്തരത്തിലുള്ള ചില അനൗപചാരികമായ ചർച്ചകൾ UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലും ആ നിലയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. MLA സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം വളരെ ശക്തമാണ്. ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഏകാഭിപ്രായമല്ല, വ്യത്യസ്ത അഭിപ്രായമാണ് എന്നാണ് ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.